അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറഹ് ബഖറ 163 ആയത്ത് വരെ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. നൂനിന് ശബ്ദ വന്നിട്ടുണ്ട്. അക്മൽ ഉന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക കേട്ടോ. മീമിനും നൂനിനും ശബ്ദ കണ്ടാൽ നമ്മൾ നന്നായിട്ട് മണിക്കാൻ ശ്രദ്ധിക്കുക. ഇന്ന ഫീ ഖൽഖിസ് സമാവാത്. ഫ കൂടെ യമദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ പെട്ടതാണ്. തഫ്ഹീം ചെയ്യുക കേട്ടോ. ഹ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക, ഹ എന്നായി പോവരുത്. ഹ ഖൽഖിസ്സമാവാത്. ഖാഫിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. അഖ്സൽ ലിസാനാണ് മഖ്റജ് വരുന്നത്, നാവിൻ്റെ അവസാന ഭാഗം. നാവ് അവസാനിക്കുന്ന ഭാഗത്തു നിന്നാണ് ഖാഫ് പുറപ്പെടുന്നത്, ശ്രദ്ധിക്കുക കേട്ടോ. ഖൽഖിസ്സമാവാതി വൽ അർദ്. സീനിന് ശബ്ദ വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. മീമിൻ്റെ കൂടെ അലിഫ് സ്വൈറയാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് വീതം നീട്ടിക്കൊടുക്കുക കേട്ടോ. വാവിൻ്റെ കൂടെയും അതുപോലെ തന്നെ അലിഫ് സ്വൈറ വന്നു, 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക. വൽ അർദി വഖ്തിലാഫിൽ ലൈൽ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിക്കാൻ ശ്രദ്ധിക്കുക. ലാമ് ഖൽഖല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. റാക്കും നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വാദ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിച്ചരിക്കേണ്ട അക്ഷരങ്ങൾ പെട്ടതാണ്. ഇഖ്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു, ഇഖ്ബാക്കിൻ്റെ അക്ഷരങ്ങൾക്ക് കെസ്റയായാലും നമ്മൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. വൽ അർദി വഖ്തിലാഫിൽ ലൈൽ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് പിടിക്കാൻ മറക്കരുത്. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, അതുകൊണ്ട് ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ഹ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക കേട്ടോ. ഖൽഖല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വഖ്തിലാഫി നോതരുത്. വഖ്തിലാഫിൽ ലൈൽ. ലാമിൻ്റെ കൂടെ അലിഫ് സ്വഗീറ വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ലാമിന് ശബ്ദ വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം, പക്ഷെ മണിക്കാതെ ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. വന്നഹാരി വൽ ഫുൽക്കില്ലതി. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് പിടിക്കുക. നൂനിന് ശബ്ദ വന്നു, അക്മൽ ഉന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക കേട്ടോ. ഹാൻ്റെ കൂടെ അലിഫ് മദ് വന്നു, അവിടെയും നമ്മൾ 2 കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കുക. റോക്ക് കെസ്റയാതുകൊണ്ട് രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക കേട്ടോ. വന്നഹാരി നോദിപ്പോവരുത്. വന്നഹാരി വൽ ഫുൽക്കില്ലതി. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളെ ഒന്ന് വട്ടത്തിൽ പിടിച്ചു കൊടുക്കണം. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക കേട്ടോ. പല്ലും കൂടെ ചേർത്തിട്ടുള്ള പ്രൊനൗൺസിയേഷൻ തെറ്റാണ്, പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക. ലാം ഖൽഖല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ലാമിന് ശബ്ദ വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം, പക്ഷെ മണിക്കാതെ നോക്കുക കേട്ടോ. വൽ ഫുൽക്കില്ലതി നോതരുത്. വൽ ഫുൽക്കില്ലതി തജ്രി. ത കൂടെ യമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ജീമ് ഖൽഖല ലെറ്റർ ആയതുകൊണ്ട് നമ്മൾ ഫുൾ സുക്കൂനിൻ്റെ സൗണ്ടിനെ കേൾപ്പിക്കുക കേട്ടോ. തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉന്നാസ്. റ കിസ്റ ആയതുകൊണ്ട് രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക. യമദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഫ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെച്ച് കൊടുക്കുക.
യാമത് കൂടെ വന്നിട്ടുണ്ട്, പക്ഷേ ഹംസത്തുൽ വസ്ൽ വന്നതുകൊണ്ട് നമ്മൾ ആ മദ്ദിനെ കട്ട് ചെയ്തിട്ട് ഓതി കൊടുക്കുക കേട്ടോ. ഹംസത്തുൽ വസ്ലിന് മുന്നേ ഏത് മദ് വന്നാലും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ലാമ് കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഹാക്കും നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഫിൽ ബഹ്രി, ബഹരി എന്ന് ഓതരുത്, ബഹരി ഫുൾ സുക്കൂനിൻ്റെ സൗണ്ടിനെ കേൾക്കരുത്. ഫിൽ ബഹ്രി ബിമായം ഫൗന്നാസ്, ഹ സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്, അവിടെ തന്നെ സൗണ്ടിനെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. റോ കെസ്ര ആയതുകൊണ്ട് നമ്മൾ രീ എന്നുള്ള സൗണ്ട് കൊടുത്തിട്ട് ഉച്ചരിക്കുക, ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. ബിമായം മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്ററായിട്ടുള്ള ഫാ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. അയനിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുകയും ചെയ്യുക. അയനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം, സൗണ്ടിനെ ഹംസയുടെ സൗണ്ടായി പോവാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നിന് ശ്രദ്ധ വന്നു, അഖ്മൽ ഒന്നിനാണ് നന്നായിട്ട് മണിച്ചു കൊടുക്കുക. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. വമാ അൻസലല്ലാഹ്, വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് പിടിച്ചു കൊടുക്കുക. മീമിൻ്റെ കൂടെ മദ് വന്നു, മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് ജായിസ് മുൻഫസിലാണ്, 2 or 4 കൗണ്ട് നീട്ടി പാരായണം ചെയ്ത് കൊടുക്കുക കേട്ടോ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്ററായിട്ടുള്ള സായ് വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. നൂനിൻ്റെ സൗണ്ടിനെ ഹൈഡ് ചെയ്യുകയും ചെയ്യുക, അതോടൊപ്പം തന്നെ ഒന്ന കൊടുക്കുകയും ചെയ്യുക കേട്ടോ, മണിക്കുകയും ചെയ്യുക. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് ഫതഹ് വന്നതുകൊണ്ട് അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ഹൂ എന്നുള്ള സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. അവ്വാ എന്നായി പോവരുത്. അൻസലല്ലാഹു മിനസ്സമാ, സീനിന് ശ്രദ്ധ വന്നു, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. മീമിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെയാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് വാജിബ് മുത്തസിലാണ്, 4 or 5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടി കൊടുക്കുക കേട്ടോ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായിട്ടുള്ള മീം വന്നു. നൂൻ സാക്കിനയെ മീമിലേക്ക് ലയിപ്പിച്ച ഒന്നയോടുകൂടി ഓതാൻ ശ്രദ്ധിക്കുക. മീമിൻ്റെ കൂടെ മദ് വന്നു, മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ് വാജിബ് മുത്തസിലാണ്, 4 or 5 കൗണ്ട് നിർബന്ധമായിട്ട് നീട്ടി കൊടുക്കുക കേട്ടോ. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെക്കുക. ഹ സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് തന്നെ ഉച്ചരിക്കുക. ഹ എന്നുള്ള സൗണ്ട് കൊടുക്കുക. തൊണ്ടയുടെ മധ്യഭാഗത്തിൽ നിന്നും സൗണ്ടിനെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക കേട്ടോ. യാൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ലാം കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. റോക്കും നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. വാദ് ഇസ്തിഅലാൻ്റെയും ഇഖ്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നമ്മുടെ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക. ഇസ്തിഅലാൻ്റെ ലെറ്റേഴ്സിന് നമ്മൾ നാവിൻ്റെ ബാക്ക് മാത്രം ഉയർത്തിയാൽ മതി. പക്ഷേ ഇഖ്ബാക്കിൻ്റെ അക്ഷരങ്ങൾക്ക് നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അയിനിൻ്റെ സൗണ്ടിനെ ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. മൗതിഹ, ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. മഖ്റജ് നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ മുരടും ചേർന്നിട്ടാണ് താ പുറപ്പെടുന്നത്, ലൈറ്റാക്കി കൊടുക്കുക. താ എന്ന് പറയരുത്, ത. മൗതിഹ, ഹൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. വബസ്സ ഫീഹ, വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. സാക്ക് ശ്രദ്ധ വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. സ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവുമാണ് മഖ്റജ് വരുന്നത്. നാവിൻ്റെ കുറച്ച് ഭാഗം പുറത്തോട്ട് കാണുന്ന രൂപത്തിൽ വെച്ചിട്ട് കുറച്ച് എയർ പാസ് ചെയ്യണ സൗണ്ടും കൊടുക്കുക കേട്ടോ. സീനിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക. വബസ്സ ഫീഹ, ഫ കൂടെ യാമദ്ദാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. മിൻ കുല്ലി ദാബ്ബ, നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്ററായിട്ടുള്ള കാഫ് വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. മിൻ കുല്ലി എന്ന് ഓതിപ്പോവരുത്. മിൻ കുല്ലി, നൂനിനെ മറച്ചു വെക്കുകയും ചെയ്യുക, അതോടൊപ്പം തന്നെ മണിക്കുകയും ചെയ്യുക കേട്ടോ. ദാബ്ബ, ഇവിടെ ദാലിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം ശ്രദ്ധ വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം ഒറിജിനൽ സുക്കൂനോ ശ്രദ്ധയിലുള്ള സുക്കൂനോ വന്നാൽ നമ്മൾ
6 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടിക്കൊടുക്കണം. മദ് ലാസിമാണ്, നിർബന്ധമായിട്ടും 6 കൗണ്ട് നീട്ടിക്കൊടുക്കുക. മിൻ കുല്ലി ദാബ്ബ വതസ്രീഫിർ റിയാഹ്. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. സ്വാദ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഇഖ്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക. റ കെസ്റ ആയതുകൊണ്ട് നമ്മൾ രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക കേട്ടോ. യാമദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. റോക്ക് ശബ്ദം വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം, പക്ഷെ മണിക്കാൻ പാടില്ല കേട്ടോ. വതസ്രീഫിർ റിയാഹ്. യാൻ്റെ കൂടെ യാ അലിഫ് സ്വൈറയാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഹ സൗണ്ടിനെ വ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കുക. ഹ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക കേട്ടോ. തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് സൗണ്ടിനെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ്സമാ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. സീനിന് ശബ്ദ വന്നു, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. ഹ മഹ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്. സൗണ്ടിന് ഹ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഹ എന്നായി പോവരുത്, ഹ. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. മുസഖ്ഖരി ബൈനസ്സമാ. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിച്ചരിക്കേണ്ട അക്ഷരങ്ങൾപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക കേട്ടോ. റോക്ക് കെസ്റ വന്നതുകൊണ്ട് രീ എന്നുള്ള സൗണ്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ബൈനസ്സമാ. യാക്ക് കൽക്കല ലിട്ടറില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. സീനിന് ശബ്ദം വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. മീമിൻ്റെ കൂടെ മദ് വന്നു, മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ് വാജിബ് മുത്തസിലാണ്, 4 or 5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. വൽ അവ്വില ആയാതിൽ ലിഖൗമി യഖിലൂൻ. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളെ വട്ടത്തിൽ പിടിക്കാൻ ശ്രദ്ധിക്കുക. ലാമിനും റോക്കും നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വാദ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തി ഉച്ചരിക്കണം. ഇത്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. അപ്പോൾ ഇത്ബാക്കിൻ്റെ ലെറ്റേഴ്സിന് കെസ്റയാണെങ്കിലും നമ്മൾ നമ്മുടെ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യണം. ലആയാതിൽ ലിഖൗമി യഖിലൂൻ. ഹംസയുടെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. യാൻ്റെ കൂടെ അലിഫ് സ്വൈറയാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. താക്ക് കെസ്റ തെൻവീന് വന്നു, തെൻവീനിന് ശേഷം ഇദാം ബിലാ ഉന്നയുടെ അക്ഷരമായിട്ടുള്ള ലാമാണ് വന്നിട്ടുള്ളത്. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ ലാമിലേക്ക് ലയിപ്പിക്കണം, പക്ഷെ അവിടെ ഉന്ന കൊടുക്കാൻ പാടില്ല, മണിക്കാൻ പാടില്ല. ല ആയാതില്ലി നോദിപ്പോവരുത്. ല ആയാതില്ലി ഖൗമി യഖിലൂൻ. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് പൊക്കി കൊടുക്കുക കേട്ടോ. മീമിന് കെസ്റ തെൻവീന് വന്നു, തെൻവീനിന് ശേഷം ഇദാം ബിഉന്നയുടെ അക്ഷരമായിട്ടുള്ള യാ വന്നിട്ടുണ്ട്. തെൻവീനിലുള്ള നൂനിനെ യായിലേക്ക് ലയിപ്പിച്ച് ഉന്നയോടുകൂടി ഓതാൻ ശ്രദ്ധിക്കുക. ഐനിൻ്റെ സൗണ്ടിനെ ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. മഹ്റജ് വസത്തുൽ ഹൽഖ് തൊണ്ടയുടെ മധ്യഭാഗം. ഖാഫിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. കൈയെന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക. കാഫിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക. ഇനി നമ്മൾ അവസാനത്തിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.